എല്ലാവർക്കും പൈടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പേജിനേഷൻ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ സെർച്ചിങ് എങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ പേജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഡാറ്റാസ് നമ്മൾ APIയിൽ ഓരോ പേജ് ആയിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യണം. അതായത് പേജ് നമ്പർ 1 ഇപ്പോൾ ഒരു 10 ഡാറ്റ ആണെങ്കിൽ 10 ഡാറ്റ കാണിക്കുക, പേജ് നമ്പർ 2 10 ഡാറ്റ, അങ്ങനെ ഓരോരോ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പേജിലും എത്ര ഡാറ്റ വേണം എന്നത് നമുക്ക് ലിമിറ്റ് ചെയ്തിട്ട് ഒരു API ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് APIക്ക് റെസ്പോൺസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പേജിനേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നോക്കണമെന്ന് വെച്ചാൽ അതിലെങ്ങനെ സെർച്ചിങ് എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു യൂസർ നെയിമിൻ്റെ നമ്മൾ പേജിനേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ യൂസറിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. അപ്പോൾ ഞാൻ മുഹിയുദ്ദീൻ എന്ന പേരുള്ള എത്ര യൂസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ ആ മുഹിയുദ്ദീൻ എന്ന പേരുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു URL ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാത്ത് കൊടുത്തിട്ട് ഞാൻ പേജിനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പേജിനേഷൻ API എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ APIൻ്റെ URL കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വ്യൂസ് കൊടുക്കാം. വ്യൂസ് ഡോട്ട് ഞാൻ പേജിനേഷൻ API തന്നെയാണ് അതിൻ്റെ പേര് കൊടുക്കുന്നത്. അതൊരു ക്ലാസ് ആയതുകൊണ്ട് _വ്യൂ എന്ന് കൊടുക്കണം. ഓക്കെ, നെയിം ഞാൻ പേജിനേഷൻ API തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ URLs ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി പേജിനേഷൻ API എന്നൊരു APIൻ്റെ ക്ലാസ് നമ്മൾ ഇനി ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ വ്യൂസിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ വ്യൂസിൽ നമ്മൾ പേജിനേഷനാണ് യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്ട് റെസ്റ്റ് ഫ്രെയിംവർക്ക്. അതിലൊന്നാണ് പേജിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിംവർക്ക് ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാനാണ് അത് റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നാണ്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഡോട്ട് പേജിനേഷനിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. പേജ് നമ്പർ പേജിനേഷൻ ആണ്. അതായത് ഇത് ഉപയോഗിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പേജിൽ എത്ര ഡാറ്റ കാണിക്കാം. അതിപ്പോൾ ഞാൻ ഒരു പേജിൽ 10 ഡാറ്റ കാണിച്ചാൽ മതിയെങ്കിൽ അപ്പോൾ ആ 10 എന്നൊരു നമ്പറാണ് നമ്മൾ ഈ പേജ് നമ്പർ പേജിനേഷനിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ട് ചെയ്തത്. പിന്നെ നമുക്കൊരു ഈ പേജിന് അപ്പോൾ ഇതിൻ്റെ നോർമലി നമ്മൾ യൂസ് ചെയ്ത് API വ്യൂ ആണ് എല്ലാത്തിലും ക്ലാസ് ആയിട്ടിൻ്റെ യൂസ് ചെയ്തിട്ട്. നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് API വ്യൂ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ ഫ്രെയിംവർക്കിൽ തന്നെ റെസ്റ്റ് ഫ്രെയിംവർക്കിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം റെസ്റ്റ് ഫ്രെയിംവർക്ക് ഡോട്ട് അത് ജനറിക്കിലാണ് കിടക്കുന്നത്. ഇമ്പോർട്ട് ലിസ്റ്റ് API വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ട് ചെയ്തത്. ഒന്നാണ് ലിസ്റ്റ് API വ്യൂവും പേജ് നമ്പർ പേജിനേഷൻ. ലിസ്റ്റ് API യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റയാണ് കൊടുക്കേണ്ടത്. അതിനോടാണ് ലിസ്റ്റ് API വ്യൂ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് നമ്മളവിടെ കൊടുത്ത പേരെന്തായിരുന്നു? പേജിനേഷൻ API എന്നായിരുന്നു അവിടെ നേരത്തെ കൊടുത്ത്. അപ്പോൾ ലിസ്റ്റ് API വ്യൂ ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അതാണ് ടോപ്പിൽ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മളൊരു ഈ യൂസറിൻ്റെ പേജിനേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മോഡൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മോഡൽ ഉണ്ടായതുകൊണ്ട് query set എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് യൂസറിൻ്റെ മോഡലാണ്. അപ്പോൾ യൂസർ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലുള്ള എല്ലാ ഡാറ്റയുമാണ് നമുക്ക് പേജിനേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ query set ഏത് query set ആണ് നമ്മൾ യൂസ് ചെയ്യണത്, ഏത് മോഡലാണ് യൂസ് ചെയ്യണത്, അതാണ് ഇവിടെ നമ്മൾ ഈ query setൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യൂസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് സീരിയലൈസർ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് സീരിയലൈസർ എന്ന് പറഞ്ഞിട്ട് സീരിയലൈസർ ക്ലാസ്
സീരിയലൈസറിൻ്റെ ഏത് ക്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി സീരിയലൈസറിൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂസർ ഡാറ്റ സീരിയലൈസർ. അപ്പോൾ ഇതന്നെ നമുക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഇതേ ഡാറ്റ എന്നാണ് നമ്മൾ പേജിനേഷൻ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഏത് സീരിയലൈസർ ക്ലാസ് ആണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ പേജിൽ എത്ര ഡാറ്റ കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലാസ് സെറ്റ് പേജിനേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ സെറ്റ് പേജിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൊടുത്തു. ഇവിടെയാണ് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ഈ പേജ് നമ്പർ പേജിനേഷന് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പേജ് നമ്പർ പേജിനേഷന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര പേജ് സൈസ് ആണെന്ന് വേണ്ടത് പറഞ്ഞു. അപ്പോൾ പേജ് സൈസ് ഞാൻ 2 കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ഒരു പേജിൽ എത്ര ഡാറ്റ കാണിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്, പേജ് സൈസ് കൊണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പേജിൽ 2 ഡാറ്റ കാണിച്ചാൽ മതി എന്ന രൂപത്തിലാണ് ഞാൻ പേജ് സൈസ് 2 കൊടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സെറ്റ് പേജിനേഷന് ഇവിടെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ സീരിയലൈസർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പേജിനേഷൻ ക്ലാസ് ഉണ്ട്. ഈ പേജിനേഷൻ ക്ലാസ്സിലാണ് ഈ സെറ്റ് പേജിനേഷന് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോർമലി കൊടുത്താൽ മതി നമുക്ക് എന്തിനാ പേജിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റ്മാൻ വെച്ചിട്ട് നമുക്ക് ഈ API ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോസ്റ്റ്മാൻ എടുക്കുന്നു, ഒരു പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അതിൻ്റെ പേര് പേജിനേഷൻ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ URL എന്താണെന്ന് വെച്ചാൽ പേജിനേഷൻ API എന്നായിരുന്നു. അപ്പോൾ അതിവിടെ കൊടുക്കുക, പേജിനേഷൻ API. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഗെറ്റ് ആട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സെൻഡ് കൊടുക്കാം. ഓക്കെ, സ്ലാഷ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡാറ്റ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 7, അതായത് 7 ഡാറ്റാസ് ഉണ്ടെന്ന് അർത്ഥം. പക്ഷെ ഇതിൽ നമ്മൾ ഫസ്റ്റിൽ 2 ഡാറ്റാസേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഉള്ള ഡാറ്റാസ് ഈ URLസിലായിരിക്കും കിടക്കുന്നത്. ഇത് നമ്മൾ പേജിനേഷൻ API വരെ ഉള്ളൂ. ഈ നെക്സ്റ്റ് പേജ് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ പേജ് = എന്ന പേജിലായിരിക്കും ഡാറ്റ കിടക്കുന്നത്. ഓക്കെ, പ്രീവിയസ് പേജ് ഇല്ല, അതായത് ബാക്കിലൊരു പേജ് ഇല്ല, ഫ്രണ്ടിലൊരു പേജ് ഉള്ളൂ. റിസൾട്ടിലാണ് നമുക്ക് ഡാറ്റ ഉള്ളത്. ഇപ്പോൾ ഇത് യൂസർ രജിസ്റ്റർ ചെയ്ത ഡാറ്റാസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ യൂസറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ പേജിനേഷനിൽ നമ്മൾ ലിമിറ്റ് 2 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 2 ഡാറ്റാസ് വരുന്നുള്ളൂ. ഫസ്റ്റ് ഡാറ്റാസിൽ അഡ്മിനും സെക്കൻഡ് ഡാറ്റാസിൽ എൻ്റെത് പേരുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പേജ് 2 പോകാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ പേജ് 2 വന്നാൽ ഇതേമാതിരി ടോട്ടൽ എത്ര കൗണ്ട് ഉണ്ട്? അപ്പോൾ ടോട്ടൽ 7 ഉണ്ട്. ഇപ്പം നെക്സ്റ്റ് ഇനി പേജ് 3 പോകേണ്ടത്. നമ്മൾ പ്രീവിയസിലായിട്ട് ബാക്കിൽ ഒരു പേജ് ഉണ്ട്, അതാണ് ഫസ്റ്റത്തെ പേജ്. അതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന URLs. ഓക്കെ, ഇവിടെ വേറെ 2 ഡാറ്റാസാണ് വന്നത്, അനുമാനും വേറെ 2 യൂസർ ഡാറ്റാസ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഈ പേജിൽ 2 കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് പേജിൽ മാറ്റിയിട്ട് 4 കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 4 ഡാറ്റാസ് ആയിരിക്കും ഒറ്റ URL വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി പഴയ URLക്ക് വരാം. ഇനി സെൻഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല, നമുക്കിപ്പോൾ റിസൾട്ടിൽ 1, 2, 3, 4 ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കൗണ്ട് 7 തന്നെ. അപ്പോൾ നെക്സ്റ്റ് കൗണ്ട് 2 എന്നതുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റ് URLോട്ട് പോയാൽ ഇപ്പോൾ ഇതിൽ ടോട്ടൽ 3 ഉള്ളത്, അതായത് ഓൾറെഡി 4 അവിടെ കാണിച്ചു, ബാക്കിയുള്ളതാണ് ഇവിടെ 3 ഇവിടെ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജിനേഷനിൽ എങ്ങനെ നമുക്ക് സെർച്ചിങ് കൊണ്ടുവരാൻ പറ്റും നോക്കാം. അതായത് ഇപ്പോൾ ജിതിൻ എന്നൊരാളുണ്ട്. അപ്പോൾ നമുക്ക് ജിതിൻ എന്നൊരാളുടെ മാത്രം ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ നമുക്ക് എങ്ങനെ സെർച്ചിങ്ങിലൂടെ നമുക്ക് ഇതെങ്ങനെ API കൊണ്ടുവരാൻ പറ്റും നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇനി ചെറിയൊരു മോഡിഫിക്കേഷൻ ഇനി ചെയ്യാണ്ട് ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ടോപ്പിൽ ഒരു മുഴുവൻ ഇമ്പോർട്ട് ചെയ്യാണ്ട്, അത് നമ്മൾ റെസ്റ്റ് ഫ്രെയിംവർക്ക് തന്നെയാണ്. അത് സെർച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫ്രം റെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്കിത് ഫിൽറ്ററിൽ നിന്നാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്.
അതൊരു ലൈബ്രറിയാണ്. അപ്പോൾ ഇമ്പോർട്ടും സെർച്ച് ഫിൽട്ടർ എന്നാണ്. ഓക്കെ, ഇവിടെ ഒരു എസ് ഉണ്ട്, അതിൻ്റെ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയോ സെർച്ച് ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ ഈ സെർച്ച് ഫിൽട്ടർ ഈ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ഇനി ആ സെർച്ചിങ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇപ്പം നമ്മൾ നേരത്തെ പേജിനേഷൻ ക്ലാസ് കൊടുത്ത് ഇനി നമുക്ക് ഫിൽട്ടർ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കാം. ഈ ഫിൽട്ടർ ബാക്ക് എൻഡിലാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത സെർച്ച് ഫിൽട്ടർ കൊടുക്കേണ്ടത്. ഓക്കെ, അത് ടബിളായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ സെർച്ച് ഫിൽട്ടർ ഇമ്പോർട്ട് ചെയ്ത് ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡിലുള്ള വാല്യൂസ് ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ അതായത് ഇപ്പം നമ്മളിപ്പോൾ യൂസർ മോഡൽ വന്നാൽ ഇപ്പം നമ്മൾ സീരിയലൈസറിൽ വരാം. അപ്പോൾ യൂസർ മോഡൽ വന്നാൽ യൂസർ നെയിം, ഇമെയിൽ ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ 4 ഫീൽഡിലുള്ള ഡാറ്റാസ് ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഈ ഫീൽഡിലുള്ള ഡാറ്റാസ് മാത്രം എനിക്ക് സെർച്ച് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോപ്പി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് സെർച്ച് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം കൊടുക്കാണ്ട്. ഓക്കെ, ഈ സെർച്ച് ഫീൽഡിലാണ് നമ്മൾ നേരത്തെ ചെയ്തത് കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ ലിസ്റ്റ് അല്ല, ഇത് ടപ്പിളാണ്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ API ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ വരാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് സെർച്ചാണ് കൊടുക്കുന്നത്. സെർച്ച് ഈക്വൽ ടു ഇപ്പോൾ എൻ്റെ പേര് മൊഹീദ്ദീൻ. ഓക്കെ, ഇപ്പോൾ കണ്ടോ നമ്മൾ ഞാനിപ്പോൾ സെർച്ചിൽ ഇപ്പോൾ എൻ്റെ പേര് മൊഹീദ്ദീൻ എന്നുള്ളത് മാത്രമേ യൂസർ നെയിം വന്നിട്ടുള്ളൂ. അതിന് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് URL ഇല്ല, അതായത് അടുത്ത പേജിലോട്ട് ഡാറ്റ ഇല്ല, പ്രീവിയസിലും ഡാറ്റ ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ ജിതിൻ എന്നൊരാളെ സെർച്ച് ചെയ്യാണ് ഈ ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ ജിതിൻ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ജിതിൻ്റെത് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് jitin@gmail.com ഇപ്പോൾ യൂസർ നെയിം അല്ല, നമുക്കിപ്പോൾ ഇമെയിലും വെച്ചും സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമെയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇമെയിലുള്ള ഡാറ്റാസും വന്നു. ഇപ്പോൾ നമ്മൾ നോർമൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാ API ആയിട്ട് മാറും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ API ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഇത് കാണില്ലേ test@gmail.com ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ഇതിലുള്ള യൂസേഴ്സ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ മാറ്റിയിട്ട് ഇത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഒരുപാട് ഈ test@gmail.com ഇതിലെല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് വന്നത്. ടോട്ടൽ കൗണ്ട് 5 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജും പാടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ URL കോപ്പി ചെയ്താൽ നെക്സ്റ്റ് പേജിൻ്റെ ഡാറ്റാസ് കിട്ടും. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി സെൻഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മൾക്ക് ലാസ്റ്റ് ഇപ്പോൾ ടോട്ടൽ കൗണ്ടിൽ 4 ആദ്യം കാണിച്ചു, ലാസ്റ്റ് 1 ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതായത് പേജിനേഷൻ എങ്ങനെയാണ് ചെയ്ത് പഠിച്ചത്. അതായത് ഒരു പേജിൽ എത്ര ഡാറ്റാസ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ഡാറ്റനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. അതായത് നെക്സ്റ്റ് ഏത് URL ആണ് വരുന്നത്, പ്രീവിയസ് ഏത് URL ആയിരിക്കും, ടോട്ടൽ കൗണ്ട് എത്ര ഉണ്ട് ഡാറ്റ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പേജിനേഷനിൽ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് സെർച്ചിങ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടാകും. ആ ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് ഒരു പർട്ടിക്കുലർ ഡാറ്റ സെർച്ച് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.